നമസ്കാരം, ഞാൻ രജനീഷ്. മാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ ടാലി പ്രൈമിൽ വന്നിട്ടുള്ള പുതിയ ഫീച്ചേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. കമ്പനി ക്രിയേഷൻ മുതൽ ഡാറ്റ എൻട്രി, റിപ്പോർട്ട് ജനറേഷൻ, പ്രിൻറ്റിങ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏത് സോഫ്റ്റ്വെയർ ആയാലും ഉപയോഗിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂയാണ് അതിലെ ഡാറ്റ കറപ്റ്റ് ആവുക അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കറപ്റ്റ് ആവുക എന്നുള്ളത്. ഇത്തരം സാഹചര്യത്തെ എങ്ങനെ നമുക്ക് നേരിടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ടാലി പ്രൈമിൽ വളരെ ബ്രില്യൻ്റ് ആയ ഒരു ഫീച്ചർ ഇത്തരം സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫീച്ചറാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ടാലി പ്രൈം ഓപ്പൺ ആക്കുന്നു. നമ്മൾ ഈ ഡാറ്റയിൽ ഈ ഒരു ഡാറ്റ നമ്മൾ ടാലി പ്രൈം പറയുന്നത് കറപ്റ്റഡ് ആണ്, റിപ്പയർ റിക്വേർഡ് ആണ്. നമുക്ക് എങ്ങനെ ഇത് റിപ്പയർ ചെയ്യാം? ഇങ്ങനത്തെ സന്ദർഭത്തിൽ നമ്മൾ അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കും റിപ്പയർ ചെയ്യട്ടെ, യെസ് ഓർ നോ. യെസ് കൊടുക്കുക. നേരെ അതിലുള്ള ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ റിസോൾവ് ചെയ്തുകൊണ്ട് ടാലി ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. നമ്മൾ വേറെ ആയിട്ടൊന്നും ചെയ്യേണ്ട. നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു ആ ഡാറ്റ കറപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അതിൽ ഇഷ്യൂസ് ഉണ്ട്, റിപ്പയർ ചെയ്യട്ടെ. ഇപ്പോൾ അതിന് നേരെ റിപ്പയർ റിക്വേർഡ് എന്നുള്ളത് ഒഴിവായിട്ടുണ്ട്. വേറെ ഒരു പ്രോസസ്സും ചെയ്യാതെ തന്നെ ആ ഡാറ്റ ഓപ്പൺ ആവുന്നുണ്ട്. ഇനി അതല്ല, നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ട്രബിൾ ഷൂട്ടിൻ്റെ ഉള്ളിൽ റിപ്പയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് ഏത് കമ്പനിയാണോ റിപ്പയർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. റിപ്പയർ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ സ്ക്രീൻ ഇതാണ്. നമ്മളോട് ബാക്കപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യുമ്പോൾ മേ ബി ഡാറ്റ ലോസ് ആവാം. അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. റിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഡാറ്റാബേസ് റീഫ്രഷ് ചെയ്യുക ചെയ്യുന്നത്. റിപ്പയർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്തിട്ട് ആണത് റിപ്പയർ ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഡാറ്റാസിനെ റിപ്പയർ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ കറപ്റ്റ് ആവാറുണ്ട്. സോഫ്റ്റ്വെയർ കറപ്റ്റായാൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാനിപ്പോൾ ടാലി പ്രൈമിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫയൽ, ഇപ്പോൾ ടാലി ആപ്പ് ഡോട്ട് ഡാറ്റ് എന്ന് പറഞ്ഞ ഫയൽ, ആ ഫയൽ മിസ്സിംഗ് ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഇതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. ആ ഫയൽ ഇതിന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ ടാലി പ്രൈം ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു മെസ്സേജ് ബോക്സ് വന്നു. അൺഎബിൾ ടു സ്റ്റാർട്ട് ടാലി പ്രൈം. സം ഓഫ് ദ റിക്വയർഡ് ഫയൽസ് ആർ നോട്ട് ആക്സസിബിൾ. റിപ്പയർ ടാലി പ്രൈം ടു യൂസ് ദ ആപ്ലിക്കേഷൻ. ഡു യു വാണ്ട് ടു റിപ്പയർ? യെസ്. നമുക്ക് റിപ്പയർ ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ റിപ്പയർ ചെയ്യാൻ പറഞ്ഞു. യെസ് കൊടുത്തു. ടാലി പ്രൈം ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇഷ്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് റിസോൾവ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഓപ്പൺ ആയി വന്നു. നമുക്ക് അല്ലാതെ നമുക്ക് റിപ്പയർ ചെയ്യുമെങ്കിൽ മാനുവൽ ചെയ്യുമെങ്കിൽ ഇതിലുണ്ട്. ഹെൽപ്പിൽ പോയി കഴിഞ്ഞാൽ ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ ഉള്ളിൽ റിപ്പയർ ഓർ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ, അങ്ങനെയും നമുക്ക് മാനുവലായിട്ട് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്യാനും കഴിയും. അടുത്തതായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനാണ്. നമ്മൾ ടാലി പ്രൈമിൽ ഇല്ലാത്തൊരു ഡാറ്റയാണ്. നമുക്കത് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഇതിലും വളരെ സിമ്പിളാണ്. ഇവിടെ ഇപ്പോൾ ഈ കമ്പനി മൈഗ്രേറ്റ് അല്ല, മൈഗ്രേഷൻ റിക്വയർഡ്. ഞാൻ യെസ് കൊടുത്തു, മൈഗ്രേറ്റ് കൊടുത്തു. വളരെ ഈസി ആയിട്ട് ആ ഡാറ്റ മൈഗ്രേറ്റ് ചെയ്ത് ടാലി പ്രൈമിലേക്ക് കൺവേർട്ടായി വന്നു. ഇതും നമുക്ക് F11 ട്രബിൾ ഷൂട്ടിൻ്റെ ഉള്ളിൽ മൈഗ്രേറ്റ് ഓപ്ഷൻ ഉണ്ട്. ഡാറ്റാസ് സെലക്ട് ചെയ്തുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഡാറ്റയാണ് മൈഗ്രേറ്റ് ചെയ്യാത്തത് അത് മാത്രമേ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് ഡാറ്റാസ് ഓരോന്നായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടാലി ERPയിലെ ഡാറ്റ നമ്മൾ വൺസ് ടാലി പ്രൈമറിക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സായിട്ട് അത് ഉപയോഗിക്കാൻ കഴിയില്ല. വളരെ യൂസ്ഫുൾ ആയൊരു ടിപ്പാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കിയത്. ടാലി പ്രൈമിൽ ഇതുപോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നും വരും ദിവസങ്ങളിൽ വീഡിയോസായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത്തരം വീഡിയോസ് കാണാൻ വേണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.